വലിയ നോമ്പിലെ 25-ാമത്തെ ദിവസമാണ് ഇന്ന്. എന്ന് പറഞ്ഞാൽ നോമ്പ് കൃത്യമായി പകുതിയായി നിൽക്കുന്ന ദിവസം. പാതി നോമ്പ് എന്ന പേരിലാണ് ഇതറിയപ്പെടുക. കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശും ഉത്ഥാനത്തിൽ മഹത്വീകരിക്കപ്പെട്ട കുരിശുമാണല്ലോ നോമ്പ് ചിന്തയുടെ പ്രധാന കേന്ദ്ര ബിന്ദു. തീവ്ര നോമ്പിൻ്റെ നടുവിൽ കുരിശിൻ്റെ വേദനയും മഹത്വവും ഒന്നിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് പാതിനോമ്പ്. പാതിനോമ്പാചരണം പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ ഉണ്ട്. പല പേരുകളിലും പല തീയതികളിലുമാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് മാത്രം. നോമ്പ് കാലത്തെ ഒരു സന്തോഷ ദിവസം തന്നെയാണ് ഇത്. പാശ്ചാത്യ സഭയിൽ പാതി നോമ്പാചരണം കൃത്യമായ നോമ്പിൻ്റെ 25-ാം ദിവസത്തിലല്ല നടത്തുന്നത്. അതിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ്. കാരണം പാശ്ചാത്യ സഭയിൽ നോമ്പ് ആചരണം ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണല്ലോ. അതുകൊണ്ട് ആ ദിവസത്തിന് വ്യത്യാസം വരും. ഇങ്ങനെ ആഘോഷിക്കുന്ന ഞായറാഴ്ചയെ ലെത്തേരെ സൺഡേ, ഗൗദേത്തെ സൺഡേ, സന്തോഷത്തിൻ്റെ ഞായർ എന്നാണ് പേര് പറയുക. നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ് ഈ ദിവസം. ഈ ദിവസത്തിൻ്റെ 2 പ്രത്യേകതകൾ പാശ്ചാത്യ സഭ നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, അന്നേ ദിവസമാണ് മാർപ്പാപ്പ വിശുദ്ധ കുരിശിൻ്റെ ബസിലിക്കായിൽ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത്. രണ്ടാമത്തേത്, നോമ്പിൻ്റെ മധ്യ ദിവസമാണെങ്കിലും അന്ന് മാത്രം തിരുക്കർമ്മങ്ങൾക്ക് വയലറ്റ് നിറത്തിന് പകരം റോസ് നിറത്തിലുള്ള തിരുവസ്ത്രങ്ങൾ അണിയുന്നു എന്നതാണ്. നോമ്പിൽ സാധാരണ എല്ലാ ദിവസവും ദുഃഖവെള്ളിയാഴ്ച ഒഴികെ വയലറ്റ് നിറത്തിലുള്ള തിരുവസ്ത്രങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച രാജത്വത്തിൻ്റെ സൂചനയായിട്ട് ചുവന്ന നിറത്തിലുള്ള തിരുവസ്ത്രങ്ങൾ. നോമ്പിലെ സന്തോഷത്തിൻ്റെ ഇടവേളയാണ് ഈ ദിവസം. ഉയർപ്പടുത്തു വരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് പ്രത്യാശയുടെ പ്രകാശം ധ്വനിപ്പിക്കുന്ന റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നത്. ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ചിലയിടങ്ങളിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ഗീതകങ്ങൾ പാടുന്നു. എല്ലാ ദേവാലയങ്ങളിലും തന്നെ ജെറൂസലമേ ആനന്ദിക്കുക എന്ന കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിൽ ഈ ദിവസം ജയിൽവാസികൾക്കും അടിമകൾക്കും വിടുതൽ നൽകിയിരുന്നതായി പറയപ്പെടുന്നു. അന്നവർക്ക് അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരെ കാണാൻ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് ആ ദിവസത്തെ മാതാപിതാക്കളുടെ ദിനം എന്ന് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ തിരുനാളിൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. പൗരസ്ത്യ സഭകളിൽ ഈ പാതി നോമ്പാചരണം വ്യത്യാസപ്പെട്ട ഒരു രീതിയിലാണ്. വ്യത്യസ്തമായ ദിനത്തിലും. വലിയ നോമ്പ് തിങ്കളാഴ്ച ആരംഭിക്കുന്നത് കൊണ്ട് പാശ്ചാത്യ സഭയിലെ എന്നതിനേക്കാൾ 4 ദിവസം മുമ്പാണ് പാതി നോമ്പ്. കർത്താവ് മരിച്ച കുരിശ് AD 326 സെപ്റ്റംബർ 13 കണ്ടെടുത്തതിൻ്റെയും തുടർന്ന് കുരിശ് എടുത്തുയർത്തി കാണാൻ അനുവദിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെടുത്തിയാണ് പൗരസ്ത്യ സഭകളിൽ ഈ ആഘോഷം നടത്തി വരുന്നത്. AD 1301 ഒരു ആരാധനാക്രമ കലണ്ടറിൽ പാതി നോമ്പാചരണം മലബാർ ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. AD 787 2-ാം നിഖ്യാ സുനോദോസിൽ വലിയ നോമ്പിൽ പാതി നോമ്പ് ദിവസം ദുഃഖവെള്ളിയാഴ്ചയും പാതി നോമ്പ് ദിവസവും ദുഃഖവെള്ളിയാഴ്ചയും കുരിശുയർത്തി ആരാധിക്കണമെന്ന് നിയമം തന്നെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് പ്രത്യേകമായ തിരുക്കർമ്മങ്ങളുണ്ട്. പാതി നോമ്പിൽ നടന്നിരുന്നതും മങ്ങിപ്പോയതുമായ ഈ തിരുക്കർമ്മം
ഓർക്കുക മാത്രമാണ് ഇവിടെ. മരുഭൂമിയിൽ മോശയുടെ നിശ്ചയപ്രകാരം പിത്തള സർപ്പത്തെ ഉയർത്തിയതിൻ്റെയും തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ തിരുക്കർമ്മം നടത്തിയിരുന്നത്. ജെറൂസലം ലോകത്തിൻ്റെ മധ്യമാണെന്നും അവിടെയാണ് കർത്താവിൻ്റെ കുരിശ് നാട്ടിയതെന്നും അതിലാണ് കർത്താവ് മരിച്ചതെന്നും വിശ്വസിച്ചു പോരുന്നല്ലോ. അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രത്യേകമായ ദൈവാലയത്തിൽ കുരിശെടുത്ത് ദൈവാലയത്തിൻ്റെ 4 ഭാഗങ്ങളിലും കൊണ്ടുവരികയും മധ്യത്തിലുള്ള ബേമായിൽ ഊറാറ അണിയിച്ച് അത് സ്ഥാപിക്കുകയും ചെയ്യുന്ന പതിവാണ് പൗരസ്ത്യ സഭകളിൽ ഉണ്ടായിരുന്നത്. കുരിശിൽ വിശ്വസിക്കുന്നവരും കുരിശിൽ നോക്കുന്നവരും രക്ഷ പ്രാപിക്കും എന്നതാണ് ഈ തിരുക്കർമ്മത്തിൻ്റെ ഒരു സന്ദേശം. രണ്ടാമത്തേത്, നോമ്പിൻ്റെ പകുതി കഴിഞ്ഞ് കാൽവരിയിലേക്കും ഉത്ഥാനത്തിലേക്കും നടന്നെടുക്കുന്നു എന്ന ചിന്തയും കുരിശ് കേന്ദ്രമായും ലക്ഷ്യം വെച്ചുകൊണ്ടും നോമ്പ് തുടരണമെന്നുള്ള ആഹ്വാനമാണ്. നോമ്പിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ കൂടുതലായി നമുക്ക് നൽകുന്നു. ഉത്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൂടുതലായി നമുക്ക് നൽകുന്നു. കുരിശിനെ ആരാധിക്കുവാനായിട്ടുള്ള മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുന്നു. കുരിശിൻ്റെ അർത്ഥം ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. മറന്നുപോയ ഒരു ആചാരമാണെങ്കിലും കേരളത്തിലെ പല ദൈവാലയങ്ങളിലും ഇന്നും ഈ രീതി തുടരുന്നു. ശ്ലീവായി ഉയർത്തുന്നത് നോമ്പിൻ്റെയും ഉയർപ്പിൻ്റെയും ചൈതന്യം കരുതലോടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനുപകരിക്കും. കുരിശ് ഉയർത്തുന്നത് ഈശോയെ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന സഭയുടെ ആഹ്വാനമാണ്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മാർഗവും കുരിശാണ്. കുരിശ് ഈശോയുടെ പ്രതീകമാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ഈശോയെ കേന്ദ്രമാക്കി പ്രതിഷ്ഠിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന സഭയുടെ ആഗ്രഹവും മനസ്സുമാണ് ഈ തിരുക്കർമ്മത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുരിശ് ഈശോയുടെ പ്രതീകവും രക്ഷയുടെ അടയാളവും നിത്യതയുടെ സാമീപ്യവുമാണ്. കുരിശിനെ മുന്നിൽ കണ്ടുകൊണ്ട് കുരിശ് വഹിച്ച് കുരിശ് ധരിച്ച് വീണ്ടും നോമ്പിൻ്റെ തീവ്രതയിലേക്ക് നമുക്ക് നടന്നെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് പാതി നോമ്പ് ആചരണം. ഈശോനാഥൻ ഗാഗുൽത്തായിൽ കുരിശുമരത്തിൽ മൃത്യുവരിച്ചു. സൃഷ്ടികളഖിലം ശോകമിയെന്നു, ഭൂതലമഖിലം ഞെട്ടിവിറച്ചു.